നമസ്കാരം, എല്ലാവർക്കും സത്താൻ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നീതു. ഇന്ന് സത്താൻ മെനുവിൽ ഞാനൊരു നോൺ വെജ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രോൺസ് മസാലയാണ്. പ്രോൺസ് മസാല സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോൺസ് മസാലയിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ വലുതായിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ അധികം ഇതിനകത്ത് ചേർത്തിട്ടില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മസാലയാണിത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ സത്താൻ മെനു കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത പ്രാവശ്യം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് പ്രോൺസ് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അപ്പോൾ ഞാൻ കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെരിഞ്ജീരകം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു പിടി കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവോള കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 വലിപ്പമുള്ള സവാള വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സവാള എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ വലിപ്പമുള്ള സവാള ആണെങ്കിൽ 2 മതിയാവും. ഇപ്പോൾ ചെറുതാണെങ്കിൽ അതിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സവാള കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്ലൈസ് ചെയ്യണ്ട. ഇപ്പോൾ സ്ലൈസ് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ പൊടിയായിട്ട് കൊത്തി അരിയുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. ഇനി നമ്മൾ ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് മുമ്പേ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ സവോളയൊക്കെ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഈ സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോഴായിരിക്കും കുറച്ചും കൂടെ നമുക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. അപ്പോൾ പ്രോൺസിന് മാത്രമല്ല, എല്ലാ നോൺ വെജിനും സവോള നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റാൻ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 10 വെളുത്തുള്ളിയും ഏകദേശം 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെളുത്തുള്ളിയുടെ അളവ് ഇഞ്ചിനേക്കാളും അധികം വേണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഉണ്ടാവും രണ്ടും കൂടി പേസ്റ്റ് ആക്കിയത്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വളരെ ചെറിയ 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മീഡിയം സൈസുള്ള തക്കാളിയാണ് എടുക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 1.5 തക്കാളി എടുത്തോളൂ. അപ്പോൾ വലിപ്പമുള്ള തക്കാളിയാണെങ്കിൽ, നല്ല വലിപ്പമുള്ള തക്കാളിയാണെങ്കിൽ 1 മതിയാവും. അപ്പോൾ തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അതിൻ്റെ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ ഇതൊന്ന് വഴറ്റണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പ്രോൺസ് മസാലയ്ക്ക് നല്ല കളർ ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതേപോലെ തന്നെ ഏകദേശം 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പൊടികൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1/4 കിലോ ചെമ്മീൻ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ചെമ്മീൻ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം വേണം നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ മസാലയുടെ ഒരു പച്ചമണം ഉണ്ടാവും, അത് ശ്രദ്ധിക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചെമ്മീനകത്ത് ഓൾറെഡി വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് അധികം ആഡ് ചെയ്യേണ്ട. നമ്മൾ എന്തായാലും ഇത് കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിതിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാൻ ഡൗട്ടാണെങ്കിൽ, അതായത് കറക്റ്റായിട്ട് വരുമോയെന്ന് ഡൗട്ടാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ആഡ് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് തിളക്കുമ്പോഴോ ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, നല്ല മണമാണ്. അപ്പോൾ
ഇത് നമ്മളൊന്ന് തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, വെള്ളമൊക്കെ അത്യാവശ്യത്തിന് വെള്ളമുണ്ട്. കാരണം ചെമ്മീനകത്ത് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ തിളക്കുന്ന സമയത്ത് അതൊക്കെ പുറത്ത് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അധികം വെള്ളം ആഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ ഗ്രേവി നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ് വേണമോ അതിനനുസരിച്ച് നിങ്ങൾക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തിക്നെസ് മതിയെന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്താം. അപ്പോൾ അതല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ തിക്നെസ് വേണം, അതായത് ഗ്രേവി തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ നോക്കിക്കേ, അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഒരു തിക്നെസ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ മസാല, അതായത് പ്രോൺസ് മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊരു നാടൻ രീതിയിലുള്ള ഒരു പ്രോൺസ് മസാലയാണ്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് തയ്യാറാക്കിയത്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, മറക്കാതെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും southernmenu2017@gmail.com എന്നുള്ള മെയിലിലേക്ക് അയച്ചു തരിക. അതേപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള ഫോട്ടോസ് കൂടി അയച്ചു തരിക. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ Southern Menu സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്